ചേട്ടാ നമസ്കാരം. ഹായ് നമസ്കാരം. എങ്ങനെയാണ് പടം? എങ്ങനെയുണ്ടായിരുന്നു? പങ്കളും കുട്ടികളും തിയേറ്ററിൽ വന്ന് കണ്ടു. അപ്പോൾ ഒരു ഫാമിലിക്കും കുടുംബപ്പേശ്വരും കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ പണ്ടത്തേക്ക് ഒരു സ്കൂൾ ലൈഫിലേക്കൊക്കെ പോയ ഒരു ഒരു ഇൻസ്പിറേഷൻ ചോദിച്ച സിനിമയാണ്. ഒരു 10 കൊല്ലം ബാക്കോട്ട് പോയി സിനിമ കണ്ടപ്പോൾ പിന്നെ ആദിഷ്, പിന്നെ GK പിള്ള സാറൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിള്ള സാറുടെ ഡയറക്ഷനും മികച്ചതാണ്. പിന്നെ പാട്ടുകൾ മികച്ചതാണ്. ഒരു മ്യൂസിക്കൽ ത്രില്ലറാണ്. ഇത് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫാമിലി ചിൽഡ്രൻസ് മൂവി എന്ന് തന്നെ പറയാം. കുട്ടികൾ എങ്ങനെയുണ്ട്? കുട്ടികളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. കാരണം മാണിക്കക്കല്ലിന് എന്ന സിനിമയ്ക്ക് ശേഷം ഒരു കുട്ടികളുടെ മൂവി അധികം വന്നിട്ടില്ല. ഇതൊരു നല്ലൊരു ചിൽഡ്രൻസ് മൂവിയാണ്. അപ്പോൾ GK പിള്ളൻ സാറ് മികച്ച രീതിയിൽ ഡയറക്ഷനും അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ത്രില്ലറും ഫാമിലിയും കോമഡിയും എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകുന്ന ഒരു മ്യൂസിക്കൽ ത്രില്ലറാണ്. കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രീതിയും സ്കൂൾ ലൈഫൊക്കെ കാണിക്കുന്ന ആ ലൈഫിലേക്ക് പോകാൻ സാധിച്ച ഒരു സിനിമ കൂടിയാണ്. സന്ദേശം കുട്ടികളെ നേർവഴിക്ക് നടത്തുക എന്നുള്ള സന്ദേശം നല്ലൊരു സന്ദേശമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി, ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മാതാപിതാക്കളും തീർച്ചയായിട്ടും കാണേണ്ട സിനിമ. സങ്കടപ്പെടുത്തുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഇതില് ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയ്ക്ക് ശേഷം ആദിഷ് മികച്ചതായിട്ട് അഭിനയിച്ചു. ആദിഷിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഡയറക്ഷൻ GK പിള്ള സാറിന്റെ മികച്ച ഡയറക്ഷൻ അല്ലേ? നല്ലൊരു ഫാമിലി ചിൽഡ്രൻസ് മൂവി, പുതുമയാർന്ന സിനിമ അല്ലേ? പിന്നെ സർജിത്ത് എന്ന പ്രൊഡ്യൂസർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നല്ലൊരു സിനിമ അല്ലേ? നല്ലൊരു സിനിമ. സാറിന് ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. സിനിമ വരണം. കാരണം ഭക്തിസാന്ദ്രമായിട്ട് കുടുംബപരിസരെ പറഞ്ഞാണല്ലോ ന്യൂ ജനറേഷൻ സിനിമകളാണ് വരുന്നത്. പക്ഷെ ഇതുപോലെ സിനിമകൾ എടുക്കാൻ മടിക്കുന്നുണ്ട്. സ്ലോ ബേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു പക്ക ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നല്ലൊരു കാണാൻ പറ്റുന്ന സിനിമയാണ്. അല്ല, ന്യൂ ജനറേഷൻ സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്തമായ പ്രമേയമാണല്ലോ ഇവര് പ്രമേയവും പിന്നെ ഇതില് അത്യാവശ്യം പുതുമുഖ നടന്മാരെ ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഡയലോഗ്സും പല പുതുമുഖ നടന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു സാധാരണ സിനിമകളിൽ പലരെയും ഫോക്കസ് ചെയ്യൂല. ഈ സിനിമയിൽ എല്ലാരെയും ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളെയും തുല്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നന്ദു പുതുവാളായിട്ട് മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതുമുഖ ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി GK പിള്ള സാർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്കിളും കുട്ടികളും നല്ലൊരു മൂവി, നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണം. ഒരു 5 4 കൊടുക്കാം. ഓക്കെ, താങ്ക് യു.